ചെമ്മീൻ ഒരു സ്പൂൺ മുളക് പൊടി ഇടുക, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക, കുരുമുളക് അല്പം കൂടുതൽ, കരിമുളക് പൊടിച്ചതായിരിക്കണം, അല്ലാതെ ചതച്ചതായിരിക്കരുത്. പിന്നെ കുറച്ച് ഉപ്പ് പൊടി, അല്പം വിനാഗിരി, 1.5 സ്പൂൺ വിനാഗിരി ചേർക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചാൽ ഏറ്റവും നന്നായിരിക്കും. അത് എല്ലാം നല്ല പിടിച്ച് ഇരിക്കും. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യും. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്ന അല്പം മുളക് പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഞാനിവിടെ സബോളയ്ക്ക് പകരം എടുത്തിരിക്കുന്ന ഉള്ളിയാണ്. ഇനി നമുക്ക് ഉള്ളി ഇല്ലെങ്കിൽ സബോള ചേർക്കാം, അത് കുഴപ്പമില്ല. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി, ഒരു കുടംപുളി. നമുക്ക് ചെമ്മീൻ ഇനി ചട്ടിയിലേക്ക് ഇടാം. കുടംപുളി ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് വേവിക്കാം. 1/2 കപ്പ് തേങ്ങ വറുത്തെടുക്കണം, തേങ്ങാക്കൊത്ത്. ഈ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, പഴമക്കാർ പറയാറുണ്ട് ഈ ചെമ്മീൻ വയറിന് അത്ര നല്ലതല്ല, ഗ്യാസ് കയറും. ആ പ്രശ്നം, ആ ദോഷം ഇല്ലാതാകാൻ വേണ്ടി പണ്ടുള്ളവർ ചെയ്യുന്നതാണ്. കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്ത് ചെമ്മീൻ റോസ്റ്റ് ചെയ്യുന്നതിലൂടെ ഇട്ടാൽ ആ ഒരു ദോഷം മാറി കിട്ടും. ഇത് 2 കരിയാപ്പില ഇട്ട് കൊടുക്കണേ. അതിനുശേഷം ഈ ചട്ടിയിലെ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്താൽ മതി. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് വറുത്തിട്ട് അവിടെ വെറുതെ ആ വെളിച്ചെണ്ണ ഇരിക്കുമല്ലോ, അത് നമുക്ക് കളയണ്ട, അത് ഇതിനകത്തോട്ട് ഒഴിക്കാം. ഇവിടെ ആയി വന്നിട്ടുണ്ട്. നമുക്കത് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചതച്ച് നല്ല ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി വന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. തക്കാളിയും വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പോട്ട് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചപ്പൊട്ട് നന്നായിട്ട് മാറി വരുമ്പോൾ, മുളക് പൊടി ഇട്ടാണ് നമ്മൾ വേവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അധികം മുളക് പൊടി വേണ്ട. ഈ ഉള്ളിക്കും തക്കാളിക്കും കൂടെ ഒക്കെ ഉള്ള മുളക് മതിയാകും. നമ്മുടെ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ കഷ്ണം ഇട്ട് കൊടുക്കണം. ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കുരുമുളക് പൊടി അല്പം വേദരി കൊടുക്കാം. ഈ കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടല്ലേ, പച്ചക്കരിയാപ്പിലയും അല്പം ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ചെമ്മീൻ റോസ്റ്റിന് തേങ്ങാക്കൊത്ത് വേണ്ടവർ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് ഇളക്കിയെടുക്കുക. ഇതാണ് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ്.